സമൂഹ മാധ്യമങ്ങളുടെ താരത്തിളക്കത്തിന് പൊതുവെ ആയുസ് കുറവാണ്. സോഷ്യൽ മീഡിയയിൽ പലരും വൈറലാകാറുണ്ടെങ്കിലും കിട്ടിയ പ്രശസ്തി വളരെ പെട്ടെന്ന് മങ്ങുന്നതാണ് പതിവ്. എന്നാൽ ഈ പതിവെല്ലാം രേണുസുധിയുടെ കാര്യത്തിൽ തെറ്റിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വൈറൽ കണ്ടന്റായി രേണുസുധി നിലനിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. രേണുസുധിയുടെ പേരിൽ ഇറങ്ങുന്ന ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളുമെല്ലാം മില്യൺ വ്യൂസ് ആണ് നേടുന്നത്. രേണുസുധിയുടെ വീഡിയോകൾക്കോ റീൽസുകൾക്കോ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രായം പറഞ്ഞാണ് രേണുവിനെ പലരും കളിയാക്കുന്നത്. രേണുവിനെ കണ്ട 40 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുമെന്നും മേക്കപ്പ് കൊണ്ട് അത് നികത്താനാകില്ലെന്നും പലരും കമന്റ് ബോക്സിലൂടെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങളെ രേണു ശക്തമായി എതിർത്തിരുന്നുവെങ്കിലും തന്റെ യഥാർത്ഥ പ്രായം കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നില്ല. 32 വയസ്സാണെന്ന രേണുവിന്റെ അവകാശവാദത്തെ മറ്റൊരു സോഷ്യൽ മീഡിയ താരമായ ദയ അച്ചു അടക്കമുള്ളവർ ചോദ്യം ചെയ്തിരുന്നു. താൻ ജനിച്ച വർഷമാണ് സുധിച്ചേട്ട SLC എഴുതിയതെന്ന് രേണുസുധി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ യഥാർത്ഥ പ്രായം രേണു വെളിപ്പെടുത്തിയിരുന്നില്ല. അതിനാൽ വിമർശനങ്ങൾ കൂടിക്കൂടി വന്നു. ഇപ്പോൾ അത് തനിക്ക് 40 വയസ്സുണ്ടെന്ന അഭ്യൂഹങ്ങളോട് പൊട്ടിത്തെറിച്ചാണ് രേണുസുധി ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ മറുപടി പറയുന്നത്. തനിക്ക് 40 വയസ്സാകാൻ 5-8 വർഷം കൂടി വേണമെന്നാണ് രേണുസുധി പറയുന്നത്. 90, 91, 92 കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് ഞാൻ. തനിക്ക് എങ്ങനെ 40 വയസ്സാകും എന്നാണ് രേണുസുധി ചോദിക്കുന്നത്. ഈ പറഞ്ഞവർ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ആധാർ കാർഡ് കാണിച്ചു തരാം. എൻ്റെ വയസ്സ് അറിഞ്ഞിട്ട് അവർക്ക് എന്തിനാണെന്ന് രേണു ചോദിക്കുന്നു. രേണുവിൻ്റെ മറുപടിയെ നിരവധി പേർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കുള്ള തീയതിയും വർഷവും രേണു വെളിപ്പെടുത്തിയിട്ടില്ല. രേണു ഒന്നുകിൽ മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക, അതുമല്ലെങ്കിൽ മറുപടി കൊടുക്കുമ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ മറുപടി കൊടുക്കരുത്. മനുഷ്യർ സന്തോഷകരമായി ജീവിക്കുന്നത് കാണാൻ ഒരു വിഭാഗം ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സന്തോഷമായി ഇരിക്കൂ എന്നു രേണുവിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി വരുന്നുണ്ട്.